നൈജീരിയയിലെ കോഗി സംസ്ഥാനത്ത് കത്തോലിക്ക വൈദികനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. ഫാദർ സാമുവൽ ഒയ്പെയിമി ഒയ്റ്റീരോനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അജുക്കൂട്ടോയിലെ ചർച്ച് റോഡിന് സമീപം വെട്ടേറ്റ പരിക്കുകളോടെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നൈജീരിയയിൽ വൈദികർക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഈ സംഭവം. ജൂലൈ 29 ബുധനാഴ്ച രാവിലെ 9:30 റോഡരികിൽ അപരിചിതനായ ഒരാളുടെ മൃതദേഹം കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നത്. പോലീസ് സംഭവസ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ തലയ്ക്കും ശരീരത്തിനും മാരകമായി വെട്ടേറ്റ നിലയിലായിരുന്നു വൈദികന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ ASCL ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രാദേശിക അക്രമികളുടെ ആക്രമണമാണോ, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണോ, അതോ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം പരാജയപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ASP അഫ്തൂസ് ഓയിസ് സലൂഹ് പറഞ്ഞു. തുടരന്വേഷണത്തിനായി കേസ് സിറ്റി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറും. സംഭവത്തിൽ ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തി ലൊക്കോജ കത്തോലിക്ക രൂപത ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കും സങ്കടത്തിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ രൂപതയിലെ മുഴുവൻ വിശ്വാസികളോടും സഭാ നേതൃത്വം അഭ്യർത്ഥിച്ചു.